എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ച്, അതായത് നീട്ടിവെക്കലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു നീട്ടിവെക്കലിനുള്ള പ്രവണതയുണ്ട്. നമ്മൾ അലസത കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മടി കൊണ്ടോ നമ്മുടെ കോൺഫിഡൻസ് ലെവലിന്റെ കുറവ് കൊണ്ടോ നമ്മളത് ചെയ്യാറുണ്ട്. കുട്ടികളിൽ എന്തുകൊണ്ടാണ് അത് നീട്ടിവെക്കലുകൾ ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ നീട്ടിവെക്കൽ അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ ഒരു കുട്ടിയുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ മാറ്റിയെടുക്കാന്നുള്ളതിന്റെ ഒരു പോയിന്റ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ആ കുട്ടിയുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുക? ആ കുട്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഹിബിഷൻസോ അല്ലെങ്കിൽ ഇൻഹിബിഷൻസിന്റെ ഭാഗമായിട്ടുള്ള അലസതയോ കണ്ടാൽ, അതായത് ഇൻഹിബിഷൻസ് എങ്ങനെ വരണമെന്ന് വെച്ചാൽ ഇതിനു മുമ്പുള്ള ഏതെങ്കിലും കാര്യം ചെയ്തപ്പോൾ കുട്ടിക്ക് അത് തെറ്റായിട്ടുണ്ടായിരിക്കാം, അപ്പൊ നമ്മളെല്ലാവരും കളിയാക്കിയിട്ടുണ്ടായിരിക്കാം. സ്കൂളിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും ഇത്തരം ഒരു കളിയാക്കൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പൊതുബോധമുണ്ടല്ലോ മനുഷ്യർക്ക്, അവനറിയില്ല, അവനത് എന്തെങ്കിലും ഒന്ന് തെറ്റിയാൽ ഒരു കാര്യം അവൻ ശ്രദ്ധിക്കില്ല, അവനറിയില്ല, അവനുള്ള കഴിവില്ല എന്ന് എനിക്ക് തോന്നണേ. ഇത്തരം പൊതുബോധങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന വേദനയുടെ അളവ് ചെറുതല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കുട്ടിയുടെ കഴിവ് എന്താണ്, അവന് ഏതൊക്കെ ഭാഗങ്ങളിൽ ഏതൊക്കെ ഏരിയയിലാണ് അവന് സാധിക്കുക. ഇന്ന് ഒരുപാട് വർക്കിംഗ് മോഡൽസ് ഒക്കെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, അത് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുകയും ഇതൊന്നുമില്ലെങ്കിൽ പാരന്റ്സ് ഇരുന്ന് ചെയ്യുകയും ചെയ്യും. കുട്ടി ചിലപ്പോൾ ഒരു സാക്ഷിയായിട്ട് നോക്കി നിൽക്കേണ്ടാവുള്ളൂ. ഈ സ്ഥാനത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളും കുട്ടിയുടെ കൂടെ ഇരുന്ന് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കൂടെ നമ്മളിരുന്ന് നമുക്കറിയാത്ത കാര്യങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടോ അറിയുന്നവരോട് ചോദിച്ചിട്ടോ നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം കുട്ടിയുടെ അടുത്ത് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞ് കൂടെ ഇരുന്ന് ചെയ്ത് കൊടുക്കുകയും അപ്പൊ അവന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് പാരന്റ്സ് ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ, സിബ്ലിങ്സ് ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ, ഫ്രണ്ട്സ് ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ 10 മടങ്ങായിരിക്കും. അത് കൊണ്ടുപോയിട്ട് ടീച്ചേഴ്സിന് കാണിച്ചു കൊടുക്കുമ്പോൾ അവനുണ്ടാവുന്ന ഒരു ആത്മാഭിമാനമുണ്ട്. ആ ആത്മാഭിമാനം ഒരു പ്രാവശ്യം അറിയാൻ നമ്മുടെ കുട്ടിക്ക് സാധിച്ചാൽ അവൻ ഒരിക്കലും ഒരു കാര്യവും നീട്ടിവെക്കില്ല. കാരണം എല്ലാ കുട്ടികൾക്കും ക്ലാസ്സിൽ ഒന്നാമനാവാൻ തന്നെയാണ് ആഗ്രഹം. ആ ആഗ്രഹത്തിനെ മറികടന്ന് വരുന്നത് അവന്റെ ജീവിതാനുഭവങ്ങളുടെ ഭാഗമായിട്ടോ അവന് കിട്ടിയിട്ടുള്ള ചില സ്വഭാവങ്ങളുടെ ഭാഗമായിട്ടോ ആണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് കുട്ടിയുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി അവന്റെ കൂടെ നിന്ന് ഏതെങ്കിലും ഭാഗത്ത് അവൻ അറിയായി കണ്ടെങ്കിൽ അവനെന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ചില സ്ഥലങ്ങളിൽ അവന് പറ്റുന്നില്ല, അയ്യോ എനിക്ക് പറ്റുന്നില്ല, അവന് കുട്ടി കരയുന്നുണ്ടെങ്കിൽ പണ്ട് അവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവൻ ചെയ്തിട്ടുള്ള അച്ചീവ്മെന്റ്സ്, അല്ലെങ്കിൽ അവന് ഏതൊക്കെ രീതിയിലാണ് അവന്റെ ഉള്ളിലുള്ള കഴിവുകളെന്ന് പാരന്റ്സ് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടി കൃത്യമായിട്ട് അത് മനസ്സിലാക്കുകയും മുന്നോട്ട് വരികയും ചെയ്യും. അപ്പൊ എന്താ വെച്ചാൽ ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം കിട്ടുമെന്നുള്ള ബോധം ആ കുട്ടിക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ക്ലാസ്സിലും പഠനത്തിലും ചെയ്യുന്ന കാര്യങ്ങളിലും പ്രൊജക്റ്റുകൾ വെക്കുന്നതിനും അസൈൻമെന്റ്സിനാണെങ്കിലും ഒക്കെ ഒന്നാമതായിട്ട് കുട്ടി വന്നുകൊണ്ടിരിക്കും. എല്ലാ കുട്ടികളിലും ഒരുപാട് കഴിവുണ്ട്. അത് പല രീതിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിൽ ഏത് രീതിയിലുള്ള കഴിവുകളെയാണോ നമ്മൾക്ക് ഉയർത്തിക്കൊണ്ടിരേണ്ടത് അതിനെ ഉയർത്തിക്കൊണ്ടുവന്നാൽ നമ്മളുടെ കുട്ടികളുടെ ഇത്തരം സ്വഭാവ രീതികളിൽ മാറ്റം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോയിന്റ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പോയിന്റായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.